ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓൺ ദ ഗോ വിത്ത് ജിജീസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മിനി വ്ളോഗ് തന്നെയാണ്. ഞാനിപ്പോൾ വെക്കേഷൻ്റെ നാട്ടിലുണ്ട്. എൻ്റെ ബ്രദറും ഫാമിലിയും അബീഷൻ സോണി, ഞാൻ ഷിക്കാഗോ വീഡിയോസ് കുറേ ചെയ്തല്ലോ, അപ്പോൾ അവരിപ്പം വെക്കേഷൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. സോണി കണ്ണൂരാണ് വീട്. അപ്പം ഇന്ന് സോണി വരിക വീട്ടിൽ നിന്ന്. രണ്ടുപേരും അബീഷും സോണി മോനും ഉണ്ട് ആർണവ്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേഷനിൽ പോവാണ്. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേവായൂരെത്തി. വലിയ ട്രാഫിക്കൊന്നും കാണുന്നില്ല. ചേവായൂർ ജംഗ്ഷൻ. അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിൽ വരുന്ന സ്കൂളാണ് പ്രസൻറ്റേഷൻ ഗേൾസ് ഹൈസ്കൂൾ. കോഴിക്കോടുള്ള വൺ ഓഫ് ദ നല്ല സ്കൂളിലൊന്നാണ്. ഗേൾസ് ആണോ ബോയ്സ് ആണോ വെച്ചത്? ഗേൾസ്. ഓക്കെ. ഗോകുലം ഗലേറിയ, വലിയൊരു മാളാണ് അത്. നമ്മൾ സിറ്റിയിലെത്തി. നല്ല തിരക്കുണ്ട് തോന്നുന്നു. സിഗ്നലിൽ സ്റ്റക്കാണ്. ഇത് റഹമത്ത് ഹോട്ടലാണ് കേട്ടോ. ബിരിയാണി ഫേമസ്. ഇതാണ് ഫേമസ് പാളയം മാർക്കറ്റ്. പാളയത്തേക്ക് പോവുകയാണ്. അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ് സൈഡിലാണ് കേട്ടോ മാർക്കറ്റ് വരുന്നത്. രണ്ട് സൈഡ് മാർക്കറ്റ് തന്നെ. അതെ. പാളയം മാർക്കറ്റ്, പാളയം ജംഗ്ഷൻ. അങ്ങനെ ഇപ്പം നമ്മൾ കല്ലായി റോഡിലാണ്. ഇത് നേരെ പോയാലാണ് കല്ലായി. അത് ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് കല്ലായി. ഇത് സ്ട്രെയിറ്റ് പോകുന്നതാണ് കല്ലായി. നമ്മളിവിടുന്ന് ടേൺ ചെയ്യും റൈറ്റിലേക്ക്. ഈ നേരെ കാണുന്നതാണ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ റിനോവേഷനിലാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റെയിൽവേ സ്റ്റേഷനാണിത്. നല്ല റിനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിസിനസ്, IT പാർക്ക്, അങ്ങനെ ഒരു കിഡിലൻ റെയിൽവേ സ്റ്റേഷനായിട്ട് ഇത് മാറും. അല്ലെങ്കിൽ തന്നെ നല്ല റെയിൽവേ സ്റ്റേഷനായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻസ് ആണ്. ഇനി അത് കുറച്ചുകൂടി സൗകര്യമൊക്കെ വരും. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. പണി നടക്കുകയാണ്. കാണുന്നതാണ് പ്ലാറ്റ്ഫോം 1. ഇറങ്ങുന്നത് തന്നെ റോഡിലേക്കാണ് ഇപ്പം. കണ്ടോ, ഇതാണ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പ്ലാറ്റ്ഫോം 1 ആണിത്. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ ഇറങ്ങുന്നതും പ്ലാറ്റ്ഫോമിലും അതാ കാണിച്ചു. അതാ എൻ്റെ അനിയനും ഫാമിലിയും ഒക്കെ ഇതവിടെ ഉണ്ട്. ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ ഇതാ
ഇതാണ് എല്ലാവരും വരുന്നുണ്ട്. എസ് എം സ്ട്രീറ്റ് ആണിത്. ഇപ്പം ഈ നേരെ കാണുന്നതാണ് പാളയം. ഇത് മേലെ പാളയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പല വ്യഞ്ജനങ്ങളും സൺഡേ ഷോപ്പിങ്ങും ഒക്കെ പൊടിക്കുകയാണ്. നല്ല തിരക്കാണ്. ധാരാളം ഗോൾഡ് ഷോപ്സും മേലെപ്പാളയത്തുണ്ട്. ഞായറാഴ്ചയായിട്ട് എന്തൊരു റഷാ. റോഡ് സൈഡ് കച്ചവടം പൊടിക്കുന്നുണ്ട്. അതെ 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 അതെ. ഇതാണ് എസ് എം സ്ട്രീറ്റ്. എസ് എം സ്ട്രീറ്റ് ആണ് ഈ കാണുന്ന. റൈറ്റ് സൈഡിൽ കാണുന്നത് എസ് എം സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ജ്വല്ലറി സ്ട്രീറ്റ് ആണ്. മേലെപ്പാളയം ഫുൾ ജ്വല്ലറീസ് ആണ് രണ്ട് സൈഡിലും. ഇതാണ് പാളയം. നമ്മൾ തിരിച്ചു വരികയാണ്. പിന്നെ അഭിഷിനെ സോണീനെയൊക്കെ പിക്ക് ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പാളയം മാർക്കറ്റ്. ഇത് വളരെ ഫേമസ് മാർക്കറ്റാണ്. പഴയ മാർക്കറ്റാണ് ഇത്. ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ്. ഉള്ളിലേക്കാണ് പച്ചക്കറി മാർക്കറ്റ്. അവിടെയാണ് പച്ചക്കറി മാർക്കറ്റ്. അവക്കാഡോ സീസണാണ് തോന്നുന്നു. പേരയ്ക്ക, മാങ്ങ. അപ്പം നമ്മൾ പാളയം കഴിഞ്ഞു കേട്ടോ. ഹൈറ്റാ. ഇനി കാണാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ ഹോട്ടൽ മഹാറാണി. പണ്ട് എല്ലാ ഫിലിം ആക്ടേഴ്സും ഷൂട്ടിംഗ് കോഴിക്കോട് ഉണ്ടാകുമ്പോൾ വരുന്നേയും നിൽക്കുന്നേയും സ്ഥലമാണിത്. ഹോട്ടൽ മഹാറാണി വളരെ ഫേമസ് ഹോട്ടലാണ്. പണ്ട് കോഴിക്കോട് ഫിലിം സ്റ്റാർസിൻ്റെ ഒരു ഹോട്ടലാണിത്, ഹോട്ടൽ മഹാറാണി. അന്ന് ഇത്രയും ഹോട്ടൽസ് ഒന്നുമില്ല. അപ്പം ഇവിടെയായിരുന്നു എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അമ്മ, സോണി, അർണവ്. ഓ മൈ ഗോഡ്. ഒരു നായ കണ്ട് ജിമ്മി ഭയങ്കര കൊലയാണ്. നോ ജിമ്മി. സേ ഹായ്. ഹായ് ഗൈസ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സൽക്കാരയിൽ ഭക്ഷണം കഴിക്കാൻ പോവല്ലേ? ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൽക്കാരയിൽ പോവാണ്. സൽക്കാര ഇപ്പം പുതിയതായിട്ടല്ല, കുറച്ചായി തുറന്നിട്ട്. അപ്പം അവിടെ പോവാണ്. നോക്കാം തിരക്കുണ്ടോയെന്ന് നോക്കാം. യൂഷ്വലി ഇന്ന് സൺഡേ ആയത് കാരണം തിരക്കുണ്ടാവും. ലെറ്റ്സ് സീ. ഇത് ചെലവൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോർപ്പറേഷൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥലം തന്നെയാണ്. അപ്പം നമ്മൾ ഇതേ സൽക്കാര എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വയനാട് റോഡാണ് കേട്ടോ. നേരെ സ്ട്രെയിറ്റ് പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പം ഇതാണ് സൽക്കാര. നല്ല തിരക്കാ തോന്നുന്നു. പാർക്കിംഗ് കണ്ടോ, ഫുൾ പാർക്ക്ഡ് ആണ്. ദർ ഈസ് നോ സ്പേസ് അല്ലേ? എന്താ കഴിക്കുന്നത് സോണി? മീൽസ്. വാട്ട് അബൌട്ട് യു അബീഷ്? മീൽസ്. അപ്പം പാർക്കിംഗ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ പുറത്ത് പാർക്ക് ചെയ്തിട്ടാന്ന് വെച്ചു. ഇനി സൽക്കാരയിലെത്തി ഓർഡർ ചെയ്തിട്ട് കാണാം. എന്ത് റഷാന്ന് നോക്കിയേ. ഭയങ്കര തിരക്ക്. പറയുന്ന സമയം 3 മണിയായിട്ട് ആയി. എന്നിട്ട് ഇവിടെ നല്ല തിരക്കാണ്. ഇത് റെനോവേറ്റ് ചെയ്ത് പുതിയതായിട്ട് തുടങ്ങിയ സൽക്കാരി അത്. ഓ, നൊസ്റ്റാൾജിക് ഫ്ലേവേഴ്സ് ഓഫ് മലബാർ. നമ്മൾ സൽക്കാരയിലെത്തി. അച്ഛൻ, അബി, സോണി, അമ്മ. നമ്മൾ ഓർഡർ ചെയ്യാണ്. ഇതാണ് മെനു കാർഡ്. ആർണവ്. ഞങ്ങൾ ഓർഡർ ചെയ്യട്ടെ കേട്ടോ. ഇത് ഗ്രേപ്പ് സർബത്ത്. എങ്ങനെയുണ്ട് സർബത്ത്?
നൈസ്. ദിസ് ഇസ് ലൈം ജ്യൂസ്. ഞാൻ ഓർഡർ ചെയ്തത് ലൈം ജ്യൂസ്. അച്ഛനൊന്നും ഓർഡർ ചെയ്തില്ല. അച്ഛന് വേണ്ട ഒന്നും, അമ്മയ്ക്കും വേണ്ട. ലൈം ജ്യൂസ്. റെക്കോർഡ് പ്രസവമാ. സൂപ്പർ, അടിപൊളി. I made a video. Oh my god, guys. It's too good. Lipstick അടിപൊളി, റിഫ്രഷിങ്. എങ്ങനെയുണ്ടാവളെ? അല്ല, ഇതല്ല. കർക്കടക പുഴുക്കാണ് ഇത്. അമ്മേൻ്റെ ഹാഫ് ബിരിയാണി, ഷാപ്പ് കറി, അയക്കൂറയുടെ ഷാപ്പ് കറിയാണിത്. നല്ല അടിപൊളി ബിരിയാണി കഴിക്കുകയാണ്. അങ്ങനെ മീൽസും അമ്മ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ബിരിയാണിയും എല്ലാം കഴിച്ചു. നല്ലൊരു ഹെവി ലഞ്ച്. കുറച്ച് ലേറ്റ് ആയിരുന്നു, എന്നാലും നല്ലൊരു ഹെവി ലഞ്ച്. പുഴുക്കും നല്ലതായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ ലഞ്ച് ഫിനിഷ് ഓഫ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ അത് വോയിസ് വന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെയും അബീഷിൻ്റെയും സോണീൻ്റെയും ബൈ.